വൈവതസ്വ മനുവിൻ്റെ പുത്രന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആളാണ് ശര്യാതി. ആ ശര്യാതിയുടെ പുത്രിയായി സുകന്യ ജന്മമെടുത്തു. വളരെയധികം ഉത്തമശീലയോടുകൂടി ഗുണശാലിയായ കുട്ടിയാണ്. അതുകൊണ്ടാണ് സുകന്യ എന്ന് തന്നെ പേര് വന്നത്. സു എന്ന് പറഞ്ഞാൽ നല്ലത്, അല്ലേ? നല്ല കന്യ എന്നർത്ഥത്തിൽ സുകന്യ എന്ന നാമകരണത്തിലേക്ക് വന്നു. ആ സുകന്യ തൻ്റെ അച്ഛൻ്റെയോടൊപ്പം തന്നെ ധാർമ്മികമായ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ച് വളർന്നു വന്നു. അപ്രകാരം വളർന്നു വരുന്ന സുകന്യ ഒരു ദിവസം അച്ഛനോടൊപ്പം തൊട്ടടുത്തുള്ള വനക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഈ വനത്തിലൊക്കെ ഒന്ന് കറങ്ങി സഞ്ചരിച്ചിട്ട് വരാം. അപ്പോൾ വനം കാണാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. കൂടെയുള്ള തോഴിമാരോടൊപ്പം അതിനടുത്തൊരു ചെറിയ വനമുണ്ട്, ആ രാജ്യത്തിൻ്റെ അതിർത്തി ഭാഗത്തായിട്ട്. ആ വനത്തിലെ ഭാഗത്തിലേക്ക് അവിടെ ഈ കുട്ടികളുമായി കളിക്കാൻ വേണ്ടി സുകന്യ പോയി. യൗവനയുക്തയായ ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് എത്തിയ പെൺകുട്ടിയാണ്. അപ്പോൾ ആനന്ദത്തോടു കൂടി അവിടെ കളികളിലൊക്കെ ഏർപ്പെട്ടപ്പോൾ ഒരു ചിതൽപ്പുറ്റ് കണ്ടു. ആ പുറ്റ് പോലെ ഇരിക്കുന്ന അത് കണ്ടപ്പോൾ അതിൻ്റെ അല്പം മുകളിലായിട്ടൊരു 2 ധാരം കണ്ടു. ഈ 2 ധാരത്തിൽ ആ ഒരു മിന്നിത്തിളങ്ങുന്ന എന്തോ ഒരു ജീവി ഇരിക്കുന്നതായി തോന്നി. അപ്പോൾ അപ്രകാരമുള്ള മിന്നിത്തിളങ്ങുന്ന ഒരു ജീവിയുടെ സാന്നിധ്യത്തെ പോലെ തോന്നിയപ്പോൾ അവിടെ ഒരു കൂർത്തിട്ടുള്ള ഒരു കമ്പെടുത്ത് 2 അറ്റവും മുനയുള്ളൊരു കമ്പെടുത്തിട്ട് നേരെ ഈ തിളങ്ങുന്ന ഈ ഒരു ചിതൽപ്പുറ്റിൻ്റെ ആ ധാരത്തിലേക്ക് കുത്താൻ ശ്രമിച്ചു. അപ്പോൾ അകത്തുനിന്നൊരു ശബ്ദം വന്നു, ഞാൻ ഒരു തപസ്വിയാണ്, എന്നെ എന്തിനാണ് ഇങ്ങനെ ലോഹിക്കുന്നത് ചോദിച്ചു. പക്ഷേ ഈ കളിയുടെ ശ്രദ്ധയിൽ നിന്നതുകൊണ്ടും അത്ര ശ്രദ്ധയിൽ ആര് കാര്യമായിട്ടെടുത്തില്ല, സുകന്യ കാര്യമായിട്ടെടുത്തില്ല. നേരെ സുകന്യ ഈ കമ്പ് കൊണ്ട് കുത്തുന്ന സമയത്ത് അകത്ത് നിന്നൊരു ദീന രോധനമാണ് പുറത്തുനിന്ന്, അയ്യോ എന്ന് വിളിച്ചുകൊണ്ട്. കാരണം ഇതിനുള്ളിൽ ചവനൻ എന്ന് പറയുന്ന മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണ് ഈ ഒരു ധാരത്തിലൂടെ തിളങ്ങുന്നതായി കണ്ടത്. ആ കണ്ണുകൾ നഷ്ടപ്പെട്ട അദ്ദേഹം നിലവിളിച്ചു, അയ്യോ ഭഗവതി, ഞാൻ ഇന്ന് വരെ ഒരാൾക്കും യാതൊരു വിധമായ ദുഃഖങ്ങളും ഞാൻ ചെയ്തിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ദുർഗതി വന്നത്? ഒരു പക്ഷേ പൂർവ്വജന്മത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഇതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭഗവതിയുടെ പരീക്ഷണം കൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ചവനൻ ആ സ്വയം അവിടെ ആശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ മഹർഷിയുടെ ഒരു വലിയ മഹത്വം. ഭൃഗുനന്ദനാണ് ചവന മഹർഷി. ഭൃഗു മഹർഷി എന്ന് പറയപ്പെടുന്നത് ത്രിമൂർത്തികളെപ്പോലും പരീക്ഷിച്ച ആളാണ് ഭൃഗു എന്ന് പറയുന്ന മഹർഷി എന്ന് പറയുന്നത്. ഇവിടെ ത്രിമൂർത്തികളെ എങ്ങനെയാണ് പരീക്ഷിച്ചെന്ന് ചോദിച്ചാൽ, ത്രിമൂർത്തികളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത് എന്ന് ഒരിക്കൽ ദേവന്മാരുടെ ഇടയിൽ ഒരു ചർച്ച വന്നു. ഇവിടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് ക്ഷമയാണ്. അതുകൊണ്ട് ക്ഷമ സർവ ആഭരണങ്ങളെക്കാളും പ്രധാനമായ ആഭരണമാണ്. മനസ്സിലല്ലേ? വിദ്വാന് ആഭരണം ക്ഷമയാണ്. കാരണം ക്ഷമിക്കാനുള്ള കഴിവുണ്ടെങ്കിലേ ലോകത്ത് എത്ര കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പല വിഷയങ്ങളുടെയും പ്രധാനമായ കാര്യങ്ങൾ എന്താ? ക്ഷമയില്ലാത്തതാണ് പല വിജയങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നതും പരാജയത്തിലേക്ക് എത്തുന്നതും. ജീവിത പരാജയം ആയിക്കോട്ടെ, മറ്റു പരാജയം ആയിക്കോട്ടെ, ഇതിലേക്കൊക്കെ എത്തുന്നത് എന്തുകൊണ്ടാണ്? ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. നമ്മളുടെയൊക്കെ ക്ഷമ എവിടം വരെ ഉള്ളത്? കാള പെട്ടെന്ന് കേട്ടാൽ മതി, അപ്പോഴേ എന്തെടുക്കും? നമ്മൾ കയറെടുക്കും. മനസ്സിലായില്ലേ? ഇനി കാള പിറത്തിരെന്ന് പോലും ചിന്തിക്കാൻ നമ്മൾ നിൽക്കാറില്ല. അപ്പം നേരെ മറിച്ച് ഇവിടെ ക്ഷമയാണ് സർവ്വവിധമായ അലങ്കാരമായി മാറുന്നത്. അതുകൊണ്ട് ആർക്കാണ് ഏറ്റവും ക്ഷമയുള്ള ദേവനാണ് മഹത്വമുള്ള ദേവൻ. മനസ്സിലായില്ലേ? അപ്പോൾ ദേവന്മാരെ പോലും പരീക്ഷിക്കുമ്പോൾ ക്ഷമയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ തിരഞ്ഞെടുത്തു. ആ പരീക്ഷ നടത്താൻ വേണ്ടി ആരെയാ ദേവന്മാർ നിശ്ചയിച്ചത്? ഭൃഗു മഹർഷിയാണ്. അപ്പോൾ ഭൃഗു മഹർഷി നേരെ ആദ്യം ചെല്ലുന്ന നേരെ ബ്രഹ്മലോകത്തേക്കാണ്. തൻ്റെ പിതാവും കൂടിയാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ അടുത്ത് എന്നിട്ട് നേരെ ഒന്നും മിണ്ടിയില്ല, നോക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങ് നിന്നു. ബ്രഹ്മാവ് കുറേ നേരം ചോദിച്ചു, എന്താ കാര്യം, വന്നതിൻ്റെ കാര്യം എന്താ? ഒന്നും മിണ്ടുന്നില്ല, വെറുതെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക. നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്ന് കയറി, ഇങ്ങനെ വന്നു അകത്തോട്ട് കയറി വെറുതെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പ്രതിമ കണക്ക് നമ്മളെ നോക്കിക്കൊണ്ട് നിന്നാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? നമുക്ക് ദേഷ്യം വരില്ലേ? അപ്പം ബ്രഹ്മാവ് കുറേ കഴിയുമ്പോൾ കോപിച്ചു. ബ്രഹ്മാവ് ചോദിച്ചു, എന്തിനാടാ നീ മിണ്ടാണ്ട് നിൽക്കുന്നത്, ഇറങ്ങിപ്പോകാനൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഭൃഗു മഹർഷി പ്രഖ്യാപിച്ചു, ബ്രഹ്മാവിന് ക്ഷമയില്ല. നേരെ പുറത്തേക്ക് ഇറങ്ങി. അടുത്തത് നേരെ പോകുന്നത് കൈലാസത്തേക്കാണ്. കൈലാസത്തേക്ക് എന്നപ്പോൾ ശിവഭഗവാൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ ചെന്നപ്പോൾ എന്താ, ശിവഭഗവാൻ പാർവതിയെ പിടിച്ചു ഇടത് തുടയിലൊക്കെ ഇരുത്തിയിട്ട് അവിടെ ഇരിക്കുക. ചെന്നിട്ട് ചോദിച്ചു, അല്ല അങ്ങേക്ക് നാണമില്ലേ? ഒരിടത്ത് മിണ്ടാതെ നിന്നത് ഒരിടത്ത് ചെന്ന് മിണ്ടിത്തുടങ്ങി. മനസ്സിലായില്ലേ? അങ്ങേക്ക് നാണമില്ലേ? ആര് വരുമ്പോഴും ഭാര്യയെ പിടിച്ചു മടിയിലിരുത്തി ഇങ്ങനെ ഇരിക്കാൻ അങ്ങൊരു പുരുഷവർഗത്തിന് യോജിച്ച ആളാണോ? എത്ര ലജ്ജാവകമാണ്, മഹാദേവനാണ് പോലും. പക്ഷേ സ്വന്തം പത്നിയെ വിടാതെ മടിയിൽ പിടിച്ചിരുത്തി
സ്ത്രീയോടൊപ്പം വിധേയനായിരിക്കുന്ന നിങ്ങളാണോ മഹാദേവൻ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് കുറേ ശകാരങ്ങൾ ഉന്നയിച്ചു. മഹാദേവന് ദേഷ്യം വന്നു. മഹാദേവൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ പറഞ്ഞു അവിടെയും ക്ഷമയില്ല. നേരെ വരുന്നത് വൈകുണ്ഠത്തേക്കാണ്. വൈകുണ്ഠത്ത് വരുമ്പോൾ നടക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ ശയിക്കുകയാണ്, അനന്തനിൽ ശയിക്കുകയാണ്. അവിടെ ലക്ഷ്മി ദേവി പാദമൊക്കെ ഇങ്ങനെ തടവിക്കൊടുത്ത്, ലക്ഷ്മി ദേവി പാദത്തിലാണ് ശുശ്രൂഷ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വരുന്നത്. വന്ന സമയത്ത് തന്നെ അതിഥിയായി വന്ന തന്നെ കണ്ടില്ല. ഉറങ്ങിക്കിടക്കുന്ന ആൾ കാണാൻ പറ്റില്ലല്ലോ. അതൊന്നും ചിന്തിക്കാതെ നേരെ തൻ്റെ കാല് പൊക്കി മഹാവിഷ്ണു നെഞ്ചത്തൊരു ചവിട്ട് കൊടുത്തു. ബ്രഹ്മാവിൻ്റെ അടുത്ത് മിണ്ടാതെ ഇരുന്നു. ശിവൻ്റെ അടുത്ത് വന്ന് കലഹം ഉണ്ടാക്കി. വിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് സാമദാനം ഭേദം ദണ്ണം ഒരൊറ്റ ചവിട്ട് കൊടുത്തു. മനസ്സിലായില്ലേ? ഈ ചവിട്ട് കൊണ്ട മാത്രയിൽ വിഷ്ണു ഭഗവാൻ കണ്ണ് തുറന്നിട്ട് വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തു? ഈ കാലിൽ തടവി കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, അങ്ങയുടെ പാദങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു? വേദന വല്ലതും ഉണ്ടായോ? ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങ് വന്നത് അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗവാൻ ആ പാദങ്ങളിൽ തടവി കൊടുത്തു. കാരണം എന്താ? വിഷ്ണു ഭഗവാൻ അവിടെ ആ ഭൃഗുവിൻ മഹർഷിയെ യഥാർത്ഥത്തിൽ തനിക്കൊരു തെറ്റുപറ്റി. കാരണം അതിഥിയെ സൽക്കരിക്കേണ്ട ആളാണ്, പക്ഷെ മയങ്ങത്തിലായിരുന്നു. അതുകൊണ്ട് ആ പാദത്തെ ശുശ്രൂഷിച്ചു കൊടുത്തു. ഇത് കണ്ട് അവിടെ ഭൃഗു മഹർഷി പ്രഖ്യാപിച്ചു, ദേവന്മാരിൽ ശ്രേഷ്ഠൻ, ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠൻ വിഷ്ണുവാണ്, വിഷ്ണുവിന് കോപം വന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. ഈ ഭഗവാന്റെ ആ മാറിടത്തിൽ ഭൃഗു മഹർഷി ചവിട്ടിയ പാദം അത് ഭഗവാന് പിന്നീട് സർവാലങ്കാരമായി തീർന്നു എന്നാണ് പറയുന്നത്. ആ പാദത്തിനൊരു പ്രത്യേക പേര് പറയാറുണ്ട്. എന്താ? മഹാവിഷ്ണു ഭഗവാന്റെ മാറിടത്തിൽ പതിഞ്ഞ ഭൃഗു മഹർഷിയുടെ പാദം പിന്നീട് വലിയ ഒരു പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ശ്രീവത്സം എന്ന് കേട്ടിട്ടുണ്ടോ? ശ്രീവത്സം ഭഗവാനെ സ്തുതിക്കുമ്പോൾ പാടാറില്ലേ ശ്രീവത്സം? ആ ശ്രീവത്സം എന്ന മുദ്ര ഈ ഭൃഗു മഹർഷിയുടെ പാദമുദ്രയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഭക്തൻ്റെ പാദമുദ്ര സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ആളാണ് വിഷ്ണു ഭഗവാൻ. ഇവിടെ ഇതിൻ്റെ അർത്ഥം ശിവൻ മോശക്കാരനാണോ ബ്രഹ്മാവ് മോശക്കാരനോ എന്നുള്ളതല്ല ഈ കഥയുടെ അർത്ഥം. ഇവിടെ ക്ഷമ എത്ര ഉന്നതമാണെന്ന് പഠിപ്പിക്കാനാണ് ഈ കഥ. നമ്മളെപ്പോഴും ഈ നെഗറ്റീവ് വ്യൂയിലൂടെ നോക്കിയാൽ എന്തും നെഗറ്റീവായിട്ട് തോന്നും അല്ലേ? പോസിറ്റീവ് വ്യൂയിലൂടെ എടുക്കുമ്പോൾ ഇവിടെ ശിവനും ബ്രഹ്മാവിനെ അവഗണിക്കാനല്ല, 3 പേരും ഒരുപോലെ ക്ഷമ കാണിച്ചെങ്കിൽ ക്ഷമയ്ക്ക് വിലയില്ലാതാവും അല്ലേ? ഇരുട്ടത്ത് നിൽക്കുമ്പോഴല്ലേ വെളിച്ചത്തിന് വില വരുന്നത് അല്ലേ? ആണോ? ഇരുട്ടത്ത് നിൽക്കുമ്പോൾ ചെറിയ വെളിച്ചത്തിന് പോലും വലിയ മഹത്വം വരില്ലേ? ദുഃഖത്തിൽ നിൽക്കുമ്പോഴാണ് സാന്ത്വനത്തിന് വില വരുന്നത് അല്ലേ? നമ്മൾ നല്ല സുഖത്തിൽ നിൽക്കുമ്പോൾ ഒരാൾ പറയും ഞാൻ സാന്ത്വനിപ്പിക്കാതെ നമ്മൾ ഓട്ടിക്കില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്, ഓപ്പോസിറ്റ് റിയാക്ഷൻ്റെ ആനന്ദം കിട്ടും. അപ്പോൾ ഇവിടെയും മറ്റ് 2 പേരും ആ ഭാവത്തെ കാണിച്ചില്ല, വിഷ്ണു അത് കാണിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കഥയിൽ നിന്ന് ശ്രമിക്കണം, ക്ഷമ ജീവിതത്തിൽ ഏറ്റവും വലുതാണ്. ആ ക്ഷമ കൊണ്ടുണ്ടാകുന്ന നേട്ടം ഇവിടെ പാദം കൊണ്ടുള്ള ചവിട്ടായിട്ട് പോലും ഭാവിയിൽ നേട്ടമായി മാറി അല്ലേ? ശ്രീവത്സാങ്കിതം എന്ന് അറിയപ്പെട്ടു. അപ്പോൾ ക്ഷമ കൊണ്ടുണ്ടാകുന്ന നേട്ടം ജീവിതത്തിൽ എപ്പോഴും നമുക്ക് എന്തായി മാറും? അലങ്കാരമായി മാറും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ സദ്ഗുണങ്ങൾ ശീലിക്കണം. അങ്ങനെയുള്ള ഭൃഗുവിൻ്റെ പുത്രനാണ് ഇവിടെ ചവനൻ മഹർഷി എന്ന് പറയപ്പെടുന്നത്. ഈ മഹർഷിയാണ് തപസ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം അതുകൊണ്ട് വിചാരിച്ചു, എൻ്റെ കാലഗതി കൊണ്ട് എനിക്കിത് സംഭവിച്ചു, അതിന് മറ്റാരെയും പഴിച്ചിട്ട് കാര്യമില്ല, ആരെങ്കിലും ശപിച്ചിട്ടും കാര്യമില്ല. ഇവിടെ ആ ക്ഷമ കണ്ടില്ലേ? ആ ഭൃഗു മഹർഷിയുടെ ആ മഹർഷി പരീക്ഷിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് പോലും ഇത്രയും ക്ഷമയുള്ള ആളാണ്. അതാണ് അതിൻ്റെ മഹത്വം. അതുകൊണ്ട് എന്ത് ചെയ്തു? അത് ആ പെൺകുട്ടിയെ ഇനി കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ പെൺകുട്ടിയെ കുറ്റം പറയുന്നതുകൊണ്ട് തൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുമോ? ഇല്ല. പിന്നെ തനിക്കിത് വന്നു ചേരേണ്ടതാണ്, അത് സംഭവിച്ചു എന്ന് വിചാരിച്ച അദ്ദേഹം അവിടെ ആ രീതിയിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം അവിടെ കഴിയുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇവർ തിരിച്ചുപോയി. ഈ പെൺകുട്ടിയാകട്ടെ ഇത് സംഭവിച്ച ഉടനെ ഭയന്നുപോയി. ആദ്യമൊന്നും വലിയ കാര്യമാക്കാതാണ് കുത്തിയത്, പക്ഷേ ഈ സംഭാഷണം കേട്ടപ്പോൾ ഭയന്നുപോയി. തിരിച്ചു പോയിട്ട് ആരോടെങ്കിലും പറയാനൊരു പേടി കൊണ്ട് മിണ്ടിയില്ല. ഏറ്റവും അടുപ്പമുള്ള തോഴിയോട് മാത്രം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ പോയിട്ട് അതാരാണ് എന്ന് ഒന്ന് അന്വേഷിച്ച് വരണം എന്ന് പറഞ്ഞു. ഈ ചിതൽപ്പുറ്റിനുള്ളിൽ ഇരുന്ന ആൾ ആ തോഴി പോയി അന്വേഷിച്ചിട്ട് വന്ന് പറഞ്ഞു, ഇവിടെ ആ മഹർഷിയാണ്, അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരുന്നതാണെന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ രാജ്യത്ത് കുറേ പ്രതിസന്ധികളുണ്ടായി, ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നു. രോഗങ്ങൾ കൊണ്ടും പീഡകൾ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ട് വന്നു. ഇങ്ങനെ വന്നപ്പോൾ ഇവർ ചർച്ചയായി രാജ്യത്ത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്ത് ധർമ്മിഷ്ഠരായ ശ്രേഷ്ഠന്മാരായ മഹാത്മാക്കളെ നിന്ദിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഫലം ആ നാട്ടിൽ ദുഃഖം വന്നു ചേരും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് എപ്പോഴും മഹാത്മാക്കളായ സജ്ജനങ്ങളെ എപ്പോഴും പൂജിച്ച് ബഹുമാനിക്കലായിരുന്നു നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം.
രണ്ടർത്ഥമാണ്. ജ്ഞാനികൾ പൂജിക്കപ്പെടേണ്ടതാണെന്നൊരർത്ഥം, മഹാത്മാക്കൾ പൂജിക്കപ്പെടേണ്ടതെന്നൊരർത്ഥം. രണ്ടാമത് എപ്പോഴും അവരെ ആരാധിക്കുന്നതിലൂടെ നമ്മളിലേക്കൊരു സംസ്കാരം കടന്നു വരും എന്നൊരർത്ഥം. ഇവിടെ ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും നാളില്ലാത്തതുപോലെ ഒരു ദുഃഖം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതെന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് ചർച്ചകൾ നടന്നു, പലതരത്തിലുള്ള അഭിപ്രായം പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇതിനിടയിൽ ഒരാൾ ചോദിച്ചു, നമ്മുടെ ഈ തൊട്ടടുത്തൊരു മഹർഷി തപസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ദുഃഖം നമ്മൾ മൂലം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ആൾക്കാർ പറഞ്ഞു, രാജാവ് പറഞ്ഞേ അങ്ങനെയൊരു ദുഃഖമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അറിവ് കൊണ്ട് ഇതുവരെ അങ്ങനെയൊന്നും നമ്മളൊരു കാര്യം ചെയ്തിട്ടില്ല. ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന മകള് ഇതെല്ലാം കഴിഞ്ഞ് ചർച്ച കഴിഞ്ഞ് അച്ഛൻ അകത്തേക്ക് വരുമ്പോൾ അച്ഛൻ്റെ സവിധത്തിൽ ചെന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ക്ഷമിക്കണം, എന്നോ ഒന്നും പറയരുത്, ഞാൻ അറിയാതൊരു അവിവേകം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സ്നേഹമാണ്, ഒരേ ഒരു മകളേ ഉള്ളൂ, വളരെ കാലം കുട്ടികളൊക്കെ ഇല്ലാതിരുന്ന് ലഭിച്ചതാണ്. അനവധി പത്നിമാരുണ്ടായിട്ടും അവരിൽ ആർക്കും തന്നെ സന്താന സൗഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെയാണ് ഒരു കുട്ടി ജനിച്ചത്. അപ്പോൾ ആ കുട്ടിയോട് എത്രത്തോളം ലാളനുണ്ടാവും. അതുകൊണ്ട് തന്നെ വിളിച്ച് മടിയിലെടുത്ത് ചോദിച്ച് എന്താണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ തോഴിമാരോടൊപ്പം ഇങ്ങനെ പോയപ്പോൾ ഞാൻ അശ്രദ്ധ കൊണ്ട് അറിയാതെ ഞാൻ എന്ത് ചെയ്തു, ആ പുറ്റിനുള്ളിലുണ്ടായിരുന്ന 2 തിളങ്ങുന്ന വസ്തു കണ്ടിട്ട് എന്തോ പ്രാണിയാണെന്ന് പറഞ്ഞ് ഞാൻ കുത്തി. അത് ഒരു മഹർഷിയുടെ കണ്ണാണെന്ന് പിന്നീടാണ് അറിഞ്ഞത്. അങ്ങനെ എൻ്റെ കുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചയായി. ഇപ്പോഴേ രാജാവ് തലയിൽ കൈവച്ചു. എന്ത് കഷ്ടമാണ് മകളെ നീ ചെയ്തത്, നീ അറിയാതെയാണെങ്കിൽ പോലും ചെയ്തത് മഹാപാവമല്ലേ. വളരെ സാധുവായി ആരെയും ഉപദ്രവിക്കാതെ ഇരിക്കുന്ന ആ പുണ്യപുരുഷനെ നൊമ്പരപ്പെടുത്താൻ എന്തുകൊണ്ട് സാധിച്ചു? എന്താണ് അതിനൊരു പോംവഴിയില്ലല്ലോ എന്നൊക്കെ രാജാവ് വിലപിച്ചു. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ള ഒന്നിനെയും ദ്രോഹിക്കാതെ വളർത്തുക എന്നതൊരു വലിയ ഗുണമാണ്. ഒരിക്കലും മറ്റൊന്നിനെയും ദ്രോഹിക്കാതെ. പരജീവികളെ ദ്രോഹിക്കുന്നത് തന്നെ ഈശ്വരനിന്ദയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പരജീവികളെ കൂടി, അതായത് സഹജീവികളെ സ്നേഹിക്കുക എന്ന് പറയുന്നതാണ് വലിയ ഈശ്വര ആരാധന എന്ന് പറയപ്പെടുന്നത്. അപ്രകാരം പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എന്താണ് ഇനി അതിനൊരു മാർഗം? പ്രായശ്ചിത്തം വേണമല്ലോ. എന്തെങ്കിലും ചെയ്തു പോയാൽ, തെറ്റ് അറിഞ്ഞോ അറിയാതെ ചെയ്താലും എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം ചെയ്യണം. അതിൽ നിന്ന് മുക്തനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് ഈ രാജാവ് തന്നെ നേരിട്ട് എവിടേക്ക് പോയി, തൻ്റെ മകളാണല്ലോ ഇത് വരുത്തിയത്, അപ്പോൾ ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ രാജാവ് തന്നെ നേരിട്ട് എവിടേക്ക് പോകാൻ തീരുമാനിച്ചു? ഈ മഹർഷിയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ രാജാവ് ഈ മഹർഷിയെ ചെന്ന് കണ്ടു, മഹർഷിയോട് സംസാരിച്ചു. മഹർഷിയെ, എൻ്റെ മകൾ കാരണമാണ് അങ്ങയുടെ കാഴ്ച നഷ്ടപ്പെട്ടത്. അങ്ങ് അതുകൊണ്ട് ഒരു കാരണവശാലും ദേഷ്യം വന്ന് ശപിക്കുകയൊന്നും ചെയ്യരുത്. ഇങ്ങനെ ഒരു അബദ്ധം കൊച്ചു കുട്ടിക്ക് പറ്റിപ്പോയതാണ്, അറിയാത്ത പ്രായത്തിലാണ് ചെയ്തു പോയത്, അതുകൊണ്ടൊരു അപരാധമായി കാണരുത് എന്നൊക്കെ പറഞ്ഞു. രാജാവിനോട് മഹർഷി പറഞ്ഞു, അങ്ങ് എന്താ പറയുന്നത്? ഞാൻ ആരെയും ശപിച്ചിട്ടില്ല. പക്ഷെ അങ്ങയുടെ മകൾ കാരണം ഈ നിമിത്തം ഇത് സംഭവിക്കേണ്ടത് കാലത്തിൻ്റെ ഗതി കൊണ്ടായിരിക്കാം, ഞാനതിനെ ഉൾക്കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് സംഭവിച്ചത് കൊണ്ട് ഇപ്പോൾ ആകെയുള്ളത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ പോലും നോക്കാൻ സാധിക്കില്ല, കണ്ണിന് കാഴ്ചയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ തപസ്സും മറ്റു കാര്യങ്ങളൊക്കെ മുടങ്ങുന്നു. അങ്ങനെ ഒരു ദുർഗതി മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത് എന്ന് മഹർഷി പറഞ്ഞു. ഈ പറയുന്ന സമയത്ത് രാജാവ് പറഞ്ഞു, അങ്ങേക്കൊരു കാര്യം ചെയ്യ്, ഞാൻ അനേക സേവകന്മാരെ അയക്കാം, തോഴിമാരെയൊക്കെ അയച്ചു തരാം എന്ന് പറഞ്ഞു. എന്താണ്? അങ്ങയെ ശുശ്രൂഷിക്കാൻ വേണ്ടി. ആ സമയത്ത് ഈ മഹർഷി പറഞ്ഞു, ഞാൻ എല്ലാവരുടെയും സേവകനായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്, അല്ലേ? സന്യാസി എല്ലാവരുടെയും അധിപനാണോ സേവകനാണോ? മഹാത്മാക്കൾ എപ്പോഴും സമാജത്തിൻ്റെ സേവകരാണ്. കാരണം എന്താ? അവർ പ്രാർത്ഥിക്കുന്നത് പോലും അവർക്ക് വേണ്ടിയിട്ടല്ല, ആണോ? മഹാത്മാക്കൾ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. മഹാത്മാക്കൾ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും സുഖം കിട്ടണം വേണ്ടിയിട്ടാണ്, അല്ലേ? ലോക നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നവരാണ് ഞങ്ങൾ ഋഷീശ്വരന്മാർ. അതുകൊണ്ട് തന്നെ എന്താണ്, ഞാനൊരു സേവകനാണ്, പിന്നെ എനിക്കൊരു സേവകൻ വരിക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് സേവകരൊന്നും ആവശ്യമില്ല. പിന്നെ അങ്ങേക്ക് അത്ര നിർബന്ധമാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്നെ സേവകന്മാർ ശുശ്രൂഷിക്കാൻ വന്നാലും അവരൊരു ജോലി എന്ന നിലയിലല്ലേ ചെയ്യുള്ളൂ, അല്ലേ? ഒരു നിശ്ചിത സമയം ജോലിക്കാരങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ആത്മാർത്ഥത കാണുമോ? നിശ്ചിത സമയം ജോലി ചെയ്യും, അത് കഴിഞ്ഞാൽ അവർ അവരുടെ കാര്യം നോക്കും. ഒരു പൂർണ്ണമായ സ്നേഹവും സഹാനുഭൂതി ആർക്കും ഉണ്ടാവില്ല. ജോലിക്കാരിന്നുണ്ടാവുമോ? ഉണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് സ്ഥിരമായിരിക്കത്തതും ഇല്ല. അതുകൊണ്ട് അങ്ങേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങ് ഒരു കാര്യം ചെയ്യുക, എനിക്ക് നിർബന്ധമൊന്നുമില്ല, ഇതിന് കാരണക്കാരിയായ അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരിക. രാജാവ് ഞെട്ടിപ്പോയി. എടാ, വളരെ വൃദ്ധനായ, അല്ലേ, തപസ് ചെയ്ത് വനത്തിൽ എല്ലും തോലുമായി കഴിയുന്ന 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഈ വ്യക്തിക്ക് തൻ്റെ പൊന്നുമകളെ, അതീവ സുന്ദരിയും സുശീലയും ഒക്കെയായ തൻ്റെ മകളെ എങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്?
രാജാവ് പറഞ്ഞു, യോ എന്തേ അങ്ങനെ പറയുന്നത്? അല്ല, എനിക്ക് നിർബന്ധമില്ല, അങ്ങ് ആലോചിച്ചിട്ട്. കാരണം ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞേ, സേവകരേക്കാൾ ഒരാത്മാർത്ഥത ആർക്കുണ്ടാവും? ആ പെൺകുട്ടിക്ക് ഉണ്ടാവും. കാരണം താൻ നിമിത്തമാണ് ഈ ദുർഗതി ഉണ്ടായതെന്ന് തോന്നുമ്പോൾ ആ ഭാവം കൂടി വരുമ്പോൾ കൂടുതൽ കാരുണ്യത്തോടെ എന്നെ ശുശ്രൂഷിക്കും. എനിക്കിപ്പോൾ ആവശ്യമുള്ളത് ആ സ്നേഹവും കാരുണ്യവുമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നിർബന്ധമില്ല, അങ്ങേ ആലോചിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. രാജാവ് വളരെ ദുഃഖത്തോടു കൂടി യാത്ര തിരിച്ചു. അങ്ങനെ തിരിച്ച് കൊട്ടാരത്തിലെത്തിയപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലും മുഖത്തും ഒക്കെ ദുഃഖം നിഴലിച്ച് നിൽപ്പുണ്ട്. അദ്ദേഹം പത്നിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. എന്തായി പോയിട്ട്, അവിടെ പോയിട്ട് പരിഹാരം കണ്ടോന്നൊക്കെ ഭാര്യ വന്ന് ചോദിച്ചു. ആ സമയത്ത് ഭാര്യയോട് പറഞ്ഞു, ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാരണം നമ്മുടെ പൊന്നു മകളെ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നൊരു കാര്യമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതിനേക്കാളും നല്ലത് അവളെ കഴുത്ത് ഞെരിച്ചെന്ന് കൊന്നുകളയുന്നതല്ലേ? കാര്യം ഇത്രയും കഷ്ടപ്പാടിലേക്ക് ഏതെങ്കിലും അച്ഛനും അമ്മയും അറിഞ്ഞ് മകളെ ഇങ്ങനൊരു കഷ്ടപ്പാടിലേക്ക് വിടുവോ? അതായത് ഒന്ന് യുവാവല്ല, വൃദ്ധനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യമില്ല. മൂന്നാമത്തെ കാര്യം കാഴ്ചയില്ല. നാലാമത്തെ കാര്യം സമ്പത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതൊക്കെ കൊണ്ട് അങ്ങനെ ഒരാളിനോട് നമ്മുടെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് അവളെ എങ്ങ് വധിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് രാജാവ് വിലപിക്കുകയാണ്. ഈ സമയത്ത് ഇതെല്ലാം, ഈ വർത്തമാനം മുഴുവൻ കേട്ടുകൊണ്ട് ആര് നിൽപ്പുണ്ട്? ഈ പെൺകുട്ടി നിൽപ്പുണ്ട്. സുകന്യ നേരെ തൻ്റെ പിതാവിൻ്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, അച്ഛാ, അങ്ങ് എന്നെ ദാനം ചെയ്തോളാൻ പറഞ്ഞു. എന്നെ അദ്ദേഹം കന്യാദാനം അപ്പോൾ രാജാവ് ചോദിച്ചു, മോളെ നീ എന്തർത്ഥത്തിലാണ് പറയുന്നത്? പെട്ടെന്നൊരു ആവേശം കൊണ്ട് പറയേണ്ടല്ല. ജീവിതത്തിൽ അല്ലേ, ഒരു ഭർത്താവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മാറ്റാവുന്നതാണോ? ചേഞ്ച് ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റാവുന്നതാണോ? OLX ഇട്ട് വിൽക്കാൻ പറ്റുമോ? പഴയ സാധനം വിൽക്കുന്ന കൂട്ടത്തിൽ ഭർത്താവിനെ കിട്ടിയിട്ട് 6 വർഷമായി, എന്നാൽ പിന്നെ അല്ലെ ഭാര്യയെ കിട്ടിയിട്ട് 6 വർഷം, എന്നാൽ OLX ഇട്ട് വിൽക്കാം. അങ്ങനെ വിൽക്കാൻ പറ്റുന്നതാണോ? ഒരിക്കലുമല്ല. മരണമല്ലേ? അഗ്നിസാക്ഷിയായ വിവാഹത്തിൻ്റെ നാളുകളിൽ കുറിക്കപ്പെടുന്നത് അല്ലേ, മരണം വരെയും ഒരുമിച്ച് എന്നുള്ള ഭാവത്തിലൊക്കെയാണ് നടത്തപ്പെടുന്നത്. അപ്രകാരമായതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആലോചിച്ചുറപ്പിച്ചൊരു കന്യക ഒരു വരനെ സ്വീകരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ പിന്നീട് സർവാശ്രയം ആരാണ്? വരനാണ് അല്ലേ? ആ ആശ്രയിക്കപ്പെടുന്ന വ്യക്തി ശ്രേഷ്ഠനായിരിക്കണം, യോഗ്യനായിരിക്കണം. യോഗ്യതയും ശ്രേഷ്ഠതയും ഇല്ലാത്ത ഒരാളിനോട് കന്യകയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുരങ്ങൻ്റെ പൂമാല കൊടുക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായില്ലേ? അതാണ് പലരും അനുഭവിക്കുന്നത് ഒക്കെ. അതുകൊണ്ട് ഒരു കാരണവശാലും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഞാൻ പൂർണ്ണ മനസ്സോടുകൂടിയാണ് പറയുന്നത്. ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഞാനാണല്ലോ ചെയ്യേണ്ടത്, അച്ഛനല്ലല്ലോ ചെയ്യേണ്ടത്. ഞാനത് ചെയ്യാൻ ദൃഢനിശ്ചയമാണ്. അങ്ങ് തീർച്ചയായിട്ടും എന്ത് തന്നെ ചെയ്യണം? എന്നെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു. അവസാനം മകളുടെ ശാഠ്യവും ധർമ്മവാദവും കേട്ട്, അല്ലെങ്കിൽ അങ്ങയെപ്പോലും ധർമ്മിഷ്ഠനല്ല എന്ന് ജനം പറയും. കാര്യം സ്വന്തം മകളുടെ കാര്യം വന്നപ്പോൾ സാർത്ഥത വന്നു അല്ലേ എന്ന് പറയും. ഒരിക്കലും എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു അപമാനത്തിൽ പെടരുത്. അപ്പോൾ അവിടെ ധർമ്മത്തിനെ പാലിക്കുന്ന സമയത്ത് മക്കളെന്നോ അല്ലേ, സഹോദരങ്ങളെന്നോ മാതാപിതാക്കളെന്നോ ഇല്ല, അവിടെ ധർമ്മത്തിനാണ് വില കൽപ്പിക്കേണ്ടത് എന്ന് ചിന്തിക്കണം. അപ്പോൾ ധർമ്മപാലനമാണ് ഏറ്റവും ശ്രേഷ്ഠം. ആ ഒരു അർത്ഥത്തിൽ വരുമ്പോൾ അവിടെ മറ്റ് മമതകളൊന്നും തടസ്സം വരരുത്. ഇപ്പോൾ അങ്ങേക്ക് തടസ്സം സ്വന്തം മകളെന്നുള്ള അർത്ഥത്തിലാണ്. നേരെ മറിച്ച് ഇത് മന്ത്രിയുടെ മകളോ സൈന്യാധിപൻ്റെ മകളാണോ ഇത് ചെയ്തതെങ്കിൽ അങ്ങ് പറയത്തില്ലേ, വേഗം കൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുക ഇല്ലേ? ഇപ്പോൾ സ്വന്തം മകളെന്നുള്ള സ്നേഹം കൊണ്ടാണല്ലോ അങ്ങ് ഇത് ഇപ്പോൾ ആ നീതിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ആ അപരാധം ഒരിക്കലും അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് സൂചിപ്പിച്ചു. അങ്ങനെ സൂചിപ്പിച്ചതിന് ശേഷം ആ മകൾ തയ്യാറായപ്പോൾ ഇദ്ദേഹം അവസാനം എന്ത് ചെയ്തു? വളരെ നല്ലൊരു മംഗള മുഹൂർത്തത്തിൽ ചവന മഹർഷിക്ക് ആരെ വിവാഹം കഴിച്ചു കൊടുത്തു? തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹം കഴിഞ്ഞ് അച്ഛനും അമ്മയും തിരികെ പോരാൻ നേരത്ത് പറഞ്ഞു, ഇവരോട് കൊട്ടാരത്തിൽ തന്നു. ഇവർ പറഞ്ഞു, കൊട്ടാരത്തിലല്ല, മഹർഷി താമസിക്കുന്നത് കുടിലാണ്, അവിടെ തന്നെയാണ് ഞാൻ വസിക്കണേ. ഈ കുടിലാകട്ടെ വളരെ ജീർണിച്ച അവസ്ഥയിലാണ്. രാജാവ് തൻ്റെ പടയാളികളെ കൊണ്ടൊരു നല്ല കുടിലൊക്കെ കെട്ടിക്കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, മകൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, അങ്ങും അമ്മയും ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണല്ലോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നുന്ന സമയത്ത് ഇവിടേക്ക് വരാം, ഏത് സമയത്തും ഇവിടേക്ക് വരാം. ഞാനിവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരില്ല. കാരണം എന്താ? ഞാൻ ഇനി മുതൽ മുനിപത്നിയാണ്, രാജകുമാരിയായി മാറാൻ ഇനി സാധിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ആ സുഖവാഞ്ചയിലേക്ക് വരില്ല. ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഈ മുനിപത്നിയായി ജീവിച്ചു കൊള്ളാം എന്ന് സുകന്യ പറഞ്ഞു. അപ്പോൾ പേരിൽ തന്നെ സു എന്ന ശബ്ദം വന്ന് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? നല്ല സ്വഭാവ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാജാവ് ഇതൊക്കെ കേട്ടു. വേറൊന്നും നിർവാഹമില്ലല്ലോ. പോകാൻ നേരത്താകട്ടെ ഹൃദയനൊമ്പരമുണ്ടാക്കുന്ന ഒരു കാഴ്ച കൂടി അവിടെ ഉണ്ടായി. അതായത് ആ രാജകുമാരി തൻ്റെ മുഴുവൻ ആഭരണങ്ങൾ മൂരി അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു.
കാരണം മുനികുമാരിക്ക് ആഭരണം വല്ല ആവശ്യമുണ്ടോ? ഇവിടെയാണ് ആ വളരെ ഉദാത്തമായ ഭാവത്തിലേക്ക് സുകന്യ എത്തുന്നത്. സാധാരണഗതിയിൽ തമാശയായിട്ടും കാര്യമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. 2 വസ്തുക്കൾ സ്ത്രീകൾ ഉപേക്ഷിക്കില്ല, വസ്ത്രവും ആഭരണവും. ഇത് രണ്ടും വിട്ടൊരു കളിയുണ്ടോ? മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു വഴിക്ക് പോകാൻ വേണ്ടി 8 മണിക്ക് പോണേന്ന് പറഞ്ഞാൽ ഇല്ലേ, 6:30 മണിക്ക് വിളിച്ചോണത്തി കണ്ണാടിയുടെ മുമ്പിൽ നിർത്തിക്കോണം, എങ്കിലേ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓരോ പ്ലേറ്റ് പിടിച്ച് വെച്ച് വീണ്ടും നോക്കും, എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഇതോടെയും വീണ്ടും പിടിച്ചു വെക്കും, വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോഴേയും. ഇങ്ങനെ എത്ര സമയമാണ് ചെലവിടുന്നത്? അങ്ങനെ ഒരു പ്രത്യേകത. ഈ വസ്ത്രങ്ങളിൽ ഒരു ഭയങ്കരമായ ശ്രദ്ധയൊക്കെ ഉണ്ട്. പിന്നെ ആഭരണങ്ങളില്ലേ, ഓരോന്ന് വെച്ച് നോക്കി, ഇതിനേതാ മാച്ച് എന്ന് വരെ നോക്കി സർവം മാച്ച് ചെയ്ത് അല്ലേ അങ്ങനെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ വസ്തുക്കളാണ് ആര് ഉപേക്ഷിക്കുന്നത്? ഇവിടെ പൂർണ്ണമായിട്ടും ഈ സുകന്യ ഉപേക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പ്രിയപ്പെട്ട തോഴിമാരുണ്ട്, അവർക്ക് കൊടുത്തുകൊള്ളുക, എനിക്കിനി ഇതാവശ്യം ഇല്ല. ഇത് വളരെ നൊമ്പരമായി മാറി പിതാവിന് അല്ലേ. മക്കൾക്ക് ഏറ്റവും നല്ല വസ്ത്രവും ആഭരണവും ഒക്കെ വാങ്ങിക്കൊടുത്ത അച്ഛനും അമ്മയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുമോ? അവർക്ക് പറ്റില്ല. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എവിടെ നിന്നെങ്കിലും ഒരു ഈ മരവുരി വരുത്തി തരാൻ പറഞ്ഞു. മരവുരി എന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ തോല് കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രം, അത് വരുത്തി കൊടുത്തു. അതും മകൾ ധരിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് വളരെ ദുഃഖത്തോടു കൂടി അച്ഛനും അമ്മയും തിരികെ പോയി. അതിനുശേഷമുള്ള കാലത്ത് സുകന്യയാകട്ടെ ഈ ചവന മഹർഷിയെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു. അദ്ദേഹത്തിന് എന്തൊക്കെ വേണമോ അദ്ദേഹത്തിന് അതെല്ലാം ഒരുക്കി കൊടുത്ത്, പൂജാതി ദ്രവ്യങ്ങളും മറ്റും ഒരുക്കി കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിനുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു. അദ്ദേഹം പൂജ ചെയ്തുകൊണ്ടിരിക്കും, അതിനടുത്ത് പോയിരിക്കും. ഇതുവരെ അങ്ങനെയുള്ള പൂജാകാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടാതെ ഈ പെൺകുട്ടി അദ്ദേഹം ചെയ്യുന്നത് കണ്ട് ദേവിയെ ഭജിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം ചെയ്യുന്നത് കണ്ട് നമ്മൾ പറയില്ലേ, മുല്ലപ്പൂവും കൂടി ഏറ്റുകിടക്കുന്ന കല്ലിന് സൗരഭ്യം എന്ന് പറഞ്ഞാൽ ഈ ചവന മഹർഷി എന്നുള്ള ഈ ഗുണങ്ങൾ കുട്ടിയിലേക്കും വന്നു ചേർന്നു. അങ്ങനെ ഈ ദേവിയെ പൂജിച്ചു, സാക്ഷാൽ ഭഗവതിയെ പൂജിക്കാൻ തുടങ്ങി. ആദിപരാശക്തിയായ ഭഗവതിയെ പൂജിച്ചു തുടങ്ങി കുട്ടിയും. അങ്ങനെ ഇദ്ദേഹത്തിനോടൊപ്പം പൂജയിരിക്കുമ്പോൾ ഈ കുട്ടി ഒന്ന് അടുത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. രാത്രിയാവുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലുകളൊക്കെ തടവി കൊടുക്കും. ആ കാലുകൾ തടവി കൊടുത്ത് ശുശ്രൂഷിച്ച് ആ കാലുകൾ അദ്ദേഹം ഉറങ്ങിയ ശേഷം ആ കാലിൻ്റെ പാദത്തിൽ തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഇങ്ങനെയായി ജീവിതം. അദ്ദേഹത്തിൻ്റെ കണ്ണായി ആര് മാറി? സുകന്യ മാറി. നഷ്ടപ്പെടുത്തിയത് കണ്ണാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണായി മാറണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണമെങ്കിൽ ആരുടെ സഹായം വേണം അല്ലേ? നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ആരുടെ സഹായം തേടും? കണ്ണിൻ്റെ സഹായം തരത്തില്ലേ? എടുക്കണമെങ്കിലും കൊടുക്കണമെങ്കിലും നോക്കണമെങ്കിലും വെക്കണമെങ്കിലും ഒക്കെ നമ്മൾ പെട്ടെന്ന് അവിടേക്ക് കണ്ടുപോകും. അതുപോലെ ഈ മഹർഷിയുടെ കണ്ണായി ആര് മാറി? സുകന്യ മാറി. മഹർഷിക്ക് തൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോയതുപോലെ അദ്ദേഹം വിസ്മരിച്ചു. അത്ര കണ്ട് അദ്ദേഹത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ആര് മാറ്റിവെച്ചു? സുകന്യ മാറ്റിവെച്ചു. ഇങ്ങനെ അവിടെ ആ മഹർഷിയോടൊപ്പം കഴിഞ്ഞു വരവേ ഒരു ദിവസം ആ സ്നാനത്തിന് വേണ്ടി തൊട്ടടുത്തുള്ള നദിയിൽ പോയി സ്നാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അശ്വനി ദേവന്മാരെ വഴിയിൽ വെച്ച് കണ്ടു. അശ്വനി ദേവന്മാരെന്ന് പറയുന്നത് ഈ ദേവവൈദ്യന്മാരാണ്. മനസ്സിലായില്ലേ? ദേവവൈദ്യന്മാരാണ് അശ്വനി ദേവന്മാർ. എല്ലാവിധമായ ഔഷധ പ്രയോഗങ്ങളും വശമായിട്ടുള്ളവരാണ്. ഇവർ 2 പേരാണ്. ഇവരെ കണ്ടു. ഇവരെ കണ്ട മാത്രയിൽ അശ്വനി ദേവന്മാർ നോക്കുന്ന സമയത്ത് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഈ വനത്തിൽ എന്തുകൊണ്ട് വന്ന് വസിക്കുന്നു? കാരണം ഇങ്ങനെയൊക്കെയുള്ള സുന്ദരികാരായ സ്ത്രീകൾ പൊതുവിൽ വസിക്കുന്നത് വലിയ വലിയ വീടുകളിലും ഒക്കെയാണ്. ഇവിടെ എന്താണ് ഈ വനത്തിലെന്ന് ചോദിച്ചുകൊണ്ട് ചെന്ന് തിരക്കി. നിങ്ങൾ ആരാണ്? എന്തിനാണ് നിങ്ങൾ ഈ വനത്തിൽ കിടന്ന് അലയുന്നത്? ഇത്രയും സൗന്ദര്യത്തോടു കൂടി നിങ്ങൾ എന്തിനാണ് ഈ ഒരു സാധാരണ വേഷം ധരിച്ച് ഒരു മുനികുമാരിയെ പോലെ തോന്നുന്നുവല്ലോ എന്നൊക്കെ ചോദിച്ചു, വേഷവിധാനങ്ങൾ കൊണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ സുകന്യയാണ്, ഞാനിവിടെ ചവന മഹർഷിയുടെ ധർമ്മപത്നിയായിട്ടാണ് ജീവിക്കുന്നതൊക്കെ പറഞ്ഞു. നിങ്ങൾ ആരാണോ തിരിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അശ്വിനി ദേവന്മാരാണ്. അപ്പോൾ ഇവിടെ ഈ ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. ശര്യാദിയുടെ പിതാവ് മകനായ വൈവ്യതസ മനുവിൻ്റെ സഹോദരന്മാർ തന്നെയാണ് അശ്വിനി ദേവന്മാരുടെ പിതാവും. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ബന്ധമുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും ആ സന്തോഷത്തോടു കൂടി അവരെ തൻ്റെ വീടിലേക്ക് ക്ഷണിച്ചു. ഈ സമയത്ത് അശ്വിനി ദേവന്മാർ ഈ പറയുന്ന സുകന്യയോട് ചോദിച്ചു, എന്തിനാണ് വിരൂപനായ ചവന മഹർഷി വിവാഹം കഴിച്ച് നിൻ്റെ യൗവനം പാഴാക്കി കളയുന്നത് എന്ന് ചോദിച്ചു. കാരണം ഏറ്റവും അഴുക്കു പിടിച്ച പാത്രത്തിൽ നെറുപാലൊഴിക്കുന്നത് പോലെയാണ് ഈ വൃദ്ധാവസ്ഥയിൽ കാഴ്ചയില്ലാത്ത കുരുടനായ ഈ ചവനനോടൊപ്പം നിൻ്റെ താമസം. മനസ്സിലായില്ലേ? നിൻ്റെ യൗവനം തന്നെ എന്തായി മാറും? പാഴായി പോകും. യൗവനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും നമുക്ക് കിട്ടുന്നതാണോ? ഏതെങ്കിലും അവസ്ഥ ബാല്യം എല്ലാ കാലത്തും കിട്ടുന്നതാണോ? ആണോ? അത് കടന്നു പോകും. ബാല്യം മരിച്ചിട്ടല്ലേ യൗവനം വരുന്നത്? യൗവനം മരിച്ച് വാർദ്ധക്യം വരും. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ബാല്യം മരിച്ച് കൗമാരം, കൗമാരം മരിച്ച് യൗവനം, യൗവനം മരിച്ച് വാർദ്ധക്യം, ഇല്ലേ?
ഇങ്ങനെ ഇത് ഓരോ അവസ്ഥകളും മരിച്ച് ഒന്നില്ലാണ്ടായാണ് മറ്റൊന്നിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പം പറഞ്ഞു, നിൻ്റെ ഈ യൗവനം പൂർണ്ണമായും അത് ഇല്ലാണ്ടായി പോകും, അതുകൊണ്ട് ഒരു ഫലവും ഇല്ലാതായി പോകില്ലേ എന്നൊക്കെ ചോദിച്ചു. ഈ സമയത്ത് എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിൽ ഒരാളെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും സുന്ദരന്മാരായ ദേവവൈദ്യന്മാരായ ഞങ്ങളൊരാളെ വിവാഹം കഴിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് സുകന്യ വളരെ ഉദാത്തമായ ഭാവത്തിൽ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ദേവവൈദ്യന്മാരാണോ അതോ കാമഭ്രാന്തന്മാരാണോ? മനസ്സിലാവുന്നുണ്ടോ? സാധാരണ ദേവവൈദ്യന്മാർ അജ്ഞാനത്തെ അകറ്റുന്നവരാണ്. ഇത്രയും അജ്ഞാനികളായി നിങ്ങൾ മാറിയത് അത്ഭുതം പൂണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ കേട്ടത് ഈ അശ്വിനി ദേവന്മാർ വിടാൻ കൂട്ടാക്കിയില്ല. അവർ വീണ്ടും നിർബന്ധിച്ചു. ഒടുവിൽ അവർ ഒരു ഉപാധി കണ്ടെത്തി. ഈ ഉപാധി എന്ന് പറഞ്ഞാൽ, നിൻ്റെ ഭർത്താവിൻ്റെ കാഴ്ച ഞങ്ങൾ തരാം, മനസ്സിലായില്ലേ, ആരോഗ്യം തരാം, അപ്പോൾ അതൊക്കെ തന്നാൽ സ്വീകരിക്കും. അവർ പറഞ്ഞു, എന്നാലും ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അത്ര കണ്ട്, കാരണം ധർമ്മപത്നി എന്ന ഭാവത്തിൽ എൻ്റെ പിതാവ് ആർക്കാ നൽകിയത്? ചവന മഹർഷിക്കാണ്. അദ്ദേഹത്തിന് എന്ത് അയോഗ്യതയുണ്ടെങ്കിലും, മനസ്സിലാകുന്നുണ്ടോ, അതൊന്നും എനിക്ക് ബാധകമല്ല. അതെല്ലാം തന്നെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചതാണ്. മനസാ വാചാ കർമ്മണ ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോ ഈ സുകന്യ വിവാഹം കഴിച്ചത്? അല്ല, അച്ഛനും അമ്മയും തടഞ്ഞിട്ട് പോലും അല്ലേ സ്വയം സ്വീകരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു ഉപാധി കൂടെ അടുത്ത കണ്ടെത്തി. എന്താ? അദ്ദേഹത്തിന് യൗവനം തിരിച്ചു കൊടുക്കാം, അതുപോലെ കാഴ്ച തിരിച്ചു കൊടുക്കാം. ഇദ്ദേഹത്തെയും കൊണ്ട് ഞങ്ങളൊരു ജലാശയത്തിൽ മുങ്ങിക്കഴിഞ്ഞ് കയറി വരുമ്പോൾ ഇദ്ദേഹവും ഞങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാതെ ഒരേ രൂപത്തിലായിരിക്കും. ആ സമയത്ത് നിൻ്റെ ഭർത്താവിനെ നിനക്ക് സ്വയം നിശ്ചയിച്ച് കണ്ടെത്തണം. അപ്പോൾ കണ്ടെത്തുന്നത് നിൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ ആരെയാണോ തൊടുന്നത് അവരെ കൂടെ താമസിച്ചോണം. മനസ്സിലായില്ലേ? കല്യാണം കഴിച്ചോണം. മനസ്സിലായി? ഒരു വല്ലാത്ത പരീക്ഷണമാണ് കൊടുത്തത്. അപ്പം ഈ കാര്യങ്ങൾ കേട്ടു. നേരെ വീട്ടിലെത്തിയ സമയത്ത് സുകന്യ തൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ ഈ അശ്വിനി ദേവന്മാരെ കണ്ട വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചവന മഹർഷി പറഞ്ഞു, അതിന് നീ എന്തിനാ ഭയക്കുന്നത്? നീ ആദിപരാശക്തിയായ ഭഗവതിയെ പ്രാർത്ഥിക്കുന്ന ആളാണ്, പിന്നെ എൻ്റെ തപോശക്തിയും നിനക്ക് കൂട്ടുണ്ടാവും. നീ ഈ മത്സരത്തിന് തയ്യാറാണെന്ന് അവരെ അറിയിച്ചോളാൻ പറഞ്ഞു. അപ്രകാരം അറിയിച്ചു. അങ്ങനെ ഈ വൃദ്ധനായ ചവന മഹർഷിയെ കയ്യിൽ പിടിച്ചുകൊണ്ട് അശ്വിനി ദേവന്മാർ ജലാശയത്തിലേക്ക് മുങ്ങി. ഇവർ മുങ്ങി നിവർന്ന സമയത്ത് മൂവരും ഒരേ ഭാവത്തിൽ, മനസ്സിലാവുന്നുണ്ടോ, ഒരേ ഭാവത്തിൽ മൂവരും വന്നു. ഇവിടെ സുകന്യ ആദ്യം ചവന മഹർഷി പറഞ്ഞു എങ്കിലും ഒന്ന് ഭയന്നു. കാര്യം എന്താ? ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു ചെറിയ മാറ്റം പോലും ഇല്ലാതെ ഒരേ രൂപത്തിൽ, ഒരേ രോമകൂപങ്ങളിൽ പോലും ഏകഭാവം, മനസ്സിലായില്ലേ, ഒരേ ഭാവത്തിൽ മൂവരെയും ദർശിച്ചു. അപ്പോൾ ഇതിനാരെയാണ് തൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ് പോയി നമസ്കരിച്ച് തൊടേണ്ടതെന്നുള്ള സംശയം നിന്നു. ആ സമയത്ത് സാക്ഷാൽ ഭഗവതിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട്, തൻ്റെ പാതിവൃത്യത്തെ സ്മരിച്ചുകൊണ്ട് ആ സുകന്യ മുന്നോട്ട് നടന്നു ചെന്ന് നമസ്കരിച്ചു. ഒരാളുടെ പാദത്തിൽ നമസ്കരിച്ചു, കയ്യിൽ തൊട്ടു, ആ കയ്യിലേക്ക് പിടിച്ചു. അത് കൃത്യമായി തന്നെ ആരായിരുന്നു? ചവന മഹർഷി ആയിരുന്നു. അങ്ങനെ ആ ചവന മഹർഷിയെ സ്വീകരിച്ചപ്പോൾ അശ്വിനി ദേവന്മാർ അനുഗ്രഹിച്ചു. കാരണം പാതിവൃത്യം കൊണ്ട് ആദിപരാശക്തിയുടെ ജഗദംബയെ ബീജമന്ത്രങ്ങൾ കൊണ്ട് പൂജിച്ചതിൻ്റെ മഹാപുണ്യം കൊണ്ട് അവിടെ ഏറ്റവും വലിയ അപമാനത്തിൽ പെടാതെ ആര് രക്ഷപ്പെട്ടു? സുകന്യ രക്ഷപ്പെട്ടു. ആ സമയത്ത് ചവന മഹർഷിയാവട്ടെ കാഴ്ചയൊക്കെ കിട്ടി. അദ്ദേഹം ഈ പറയുന്ന അശ്വിനി ദേവന്മാരെ അനുഗ്രഹിച്ചു. ഇന്ദ്രൻ തൻ്റെ യാഗത്തിൽ ഇവർക്ക് യാഗഭാഗം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് താൻ നേടിക്കൊടുത്തുകൊള്ളാമെന്ന വാക്കുമൊക്കെ ആര് കൊടുത്തു? മഹർഷി കൊടുത്തു. അതിന് പ്രകാരം അശ്വിനി ദേവന്മാർ അവിടെ നിന്ന് തിരികെ പോയി. ഇത് കഴിയുന്ന സമയത്ത് അതിസുന്ദരനായ ചവന മഹർഷിയോടൊപ്പം ആര് കഴിഞ്ഞു വരികയാണ്? സുകന്യ. ഈ സമയത്ത് അച്ഛന് തോന്നി തൻ്റെ മകളെ ഒന്ന് കാണണം. അങ്ങനെ മകളെ കാണാൻ വേണ്ടി അച്ഛൻ നേരെ ഈ പർണശാലയിലേക്ക് വന്നു. വളരെ കാലത്തിന് ശേഷമാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഇടയ്ക്ക് വരാത്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഈ കാഴ്ച കാണാൻ ഒരു വിഷമമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഭാവം എന്താ? കാഴ്ചയില്ലാത്ത അല്ലേ, വിരൂപനായ വാർദ്ധക്യത്തിലെത്തിയ ആളിനോടൊപ്പം തൻ്റെ മകൾ കഴിയുന്നത് കാണാനുള്ള വിഷമം കൊണ്ടാണ് ഈ ഭാഗത്തേക്ക് വരാതിരുന്നത്. പക്ഷേ അമ്മയുടെ നിർബന്ധം അധികമായപ്പോൾ അച്ഛൻ ഇവിടേക്ക് വന്നു. ശരിയാതി രാജാവ് വരുന്ന സമയത്ത് അദ്ദേഹം കണ്ട കാഴ്ച കണ്ട് അദ്ദേഹം പൊട്ടിത്തെറിച്ചു. കാരണം എന്താ? സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ്റെ മടിയിൽ തലവെച്ച് തൻ്റെ മകൾ കിടക്കുന്നു. അദ്ദേഹം ചോദിച്ചു, കുടിലേ ദുഷ്ടേ, നീ എൻ്റെ മകളായി പിറന്നോ? നിനക്കാണോ ഞാൻ സുകന്യ എന്ന് പേരിട്ടത്? ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പോൾ ഭർത്താവിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് പരപുരുഷനെ ആശ്രയിച്ച നിന്നെ എങ്ങനെയാണ് ഞാൻ ഇനി മകളായി കാണുന്നത്? ഇനി എൻ്റെ മകളെന്ന സ്ഥാനത്ത് നീ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുമ്പോൾ ഈ മകൾ ഓടിച്ചെന്ന് പറഞ്ഞു, അച്ഛാ അങ്ങ് ക്ഷമിക്കണം,
അങ്ങ് തെറ്റിദ്ധരിക്കുന്നത് പോലെ ഒരിക്കൽ പോലും ഒരു പദഭ്രംശം ഉണ്ടായിട്ടില്ല, എനിക്കുണ്ടായിട്ടില്ല. സാക്ഷാൽ ആ ചവന മഹർഷി തന്നെയാണിതെന്ന് പറഞ്ഞു. അപ്രകാരം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ രാജാവിനോട് പറഞ്ഞു കേൾപ്പിച്ചു. ആ അച്ഛന് ഒന്നുകൂടി ആനന്ദമുണ്ടായി തൻ്റെ മകളെക്കുറിച്ചോർത്ത്, അല്ലേ? ആ ആനന്ദത്തോടു കൂടി മകളെ വാരിപ്പുണർന്നു. അതുപോലെ തന്നെ ചവന മഹർഷിയെ നമസ്കരിച്ചു. കാരണം മരുമകനാണെങ്കിലും മഹർഷിയും കൂടിയാണ്. നമസ്കരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപചാരങ്ങളൊക്കെ സ്വീകരിച്ചു. അങ്ങനെ സുകന്യാ പരിണയം അത്യന്തം ശ്രേഷ്ഠമായി ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് വന്നു ചേർന്നു.